സെന്റ് മേരീസ് അസംപ്ഷൻ ഫെറോന ഇടവകയിലെ മരിയൻ റാലി ആകർഷകമായി. മരിയൻ തീർത്ഥകേന്ദ്രമായ കോട്ടേക്കാട്ടെ പരിശുദ്ധ ഫാത്തിമനാഥയുടെ തിരുനാളിന് മുന്നോടിയായാണ് റാലി നടത്തിയത്. കുന്നത്തും പീടികയിൽ നിന്ന് ആരംഭിച്ച റാലി വികാരി ഫാദർ ജോജു ആളൂർ നയിച്ചു. ഈ മാസം 19, 20 തീയതികളിലാണ് തിരുനാൾ. കൽദായ സുറിയാനി സഭ മെത്രാപ്പൊലിത്ത മാർ തിമോത്തയൂസിന്റെ 23ാം ചരമവാർഷികാചരണം തൃശൂരിൽ നടന്നു. അനുസ്മരണ സമ്മേളനം മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. മെട്രോപൊളിറ്റൻ മെമ്മോറിയൽ ഫെലോഷിപ്പ് ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരം കടക്കാവൂരിൽ യുവതിക്കു നേരെ ലൈംഗിക അതിക്രമം. പ്രതി അറസ്റ്റിലായത് കീഴാറ്റിങ്ങൽ സ്വദേശി ശരത്ത്. ഇടയ്ക്കോട് കോളനിക്ക് സമീപം താമസിക്കുന്ന യുവതിക്കു നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗവും PTA പ്രസിഡന്റുമായ രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിൽ സീനിയർ വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പിന് അർഹരായ വിജയികളെ അനുമോദിച്ചു. ദുർഗാദേവിയോടുള്ള ആദരസൂചകമായി താൻ എഴുതിയ ഗർഭഗാനം പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവമാധ്യമമായ എക്സിലൂടെയാണ് അദ്ദേഹം തന്റെ ഗാനം പുറത്തുവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരം കല്ലറ മുതുവിളയിൽ പ്ലംബിംഗ് തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. നാവായിക്കുളം സ്വദേശി അനീഷാണ് മരിച്ചത്. ഷോക്കേറ്റ് അനീഷിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം മാറനല്ലൂരിൽ അമിത വേഗത്തിലെത്തിയ ബൈക്ക് നിയന്ത്രണം വിട്ട് ഓട്ടോയിലിടിച്ച് അപകടം. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെയും ഓട്ടോ ഡ്രൈവറെയും നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാറനല്ലൂർ പോലീസ് കേസെടുത്തു. തൃപ്പൂണിത്തുറ സജീവനാശാന്റെ സ്മരണാർത്ഥം ഓണാട്ടുകര വാദ്യഗുരുകുലം നടത്തിയ ഗുരുസ്മൃതി 2024 പരിപാടി ശ്രദ്ധേയമായി. കവിയും ചലച്ചിത്രഗാന രചയിതാവ് രാജീവ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ കലാകാരന്മാരെ ആദരിച്ചു. ബാലസംഘം മലപ്പുറം വളാഞ്ചേരി ഏരിയ സമ്മേളനം നടന്നു. സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികൾ തിരിച്ചറിയുക, കുട്ടികളെ ബോധവാന്മാരാക്കുക എന്നീ വിഷയങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. AI വിദഗ്ധനും കടമ്പേരി മാസ്റ്റർ സ്മാരക അവാർഡ് ജേതാവുമായ റൗൾ ജോൺ അജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.